കർത്താവെത്ര നല്ലവനെന്നറിഞ്ഞിടുവിൻ, ദൈവസ്നേഹമെത്ര ഉന്നതമെന്നനുഭവിക്കുവിൻ. കർത്താവെത്ര നല്ലവനെന്നറിഞ്ഞിടുവിൻ, ദൈവസ്നേഹമെത്ര ഉന്നതമെന്നനുഭവിക്കുവിൻ. പുലരിതോറും പുലരിതോറും പുതിയ സ്നേഹം, അത് മാമലകൾ മാറിയാലും മാറുകില്ലല്ലോ. പുലരിതോറും പുലരിതോറും പുതിയ സ്നേഹം, അത് മാമലകൾ മാറിയാലും മാറുകില്ലല്ലോ. കർത്താവെത്ര നല്ലവനെന്നറിഞ്ഞിടുവിൻ, ദൈവസ്നേഹമെത്ര ഉന്നതമെന്നനുഭവിക്കുവിൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിളിക്കപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, വിശ്വസ്തരായി ജീവിച്ചവർ എന്ന ഒരു വിഷയമാണ്. അനേക എപ്പിസോഡുകളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്രകാരം എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ വിശ്വസ്തനായി കാണപ്പെടാൻ സാധിക്കും, എപ്രകാരം ഈശോ പിതാവിനാൽ അംഗീകരിക്കപ്പെട്ടുവോ അതുപോലെ എനിക്കും ദൈവത്താൽ അംഗീകരിക്കപ്പെടുന്ന ഒരു മനുഷ്യനായി ജീവിക്കണം. വചനം പറയുന്നത് പോലെ അവനുടെ കൂടെ ഉണ്ടായിരുന്നവർ, വെളിപാട് 17:14 നമ്മൾ വായിക്കുന്നത് പോലെ, കുഞ്ഞാടിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായിരുന്നു. അതുപോലെ സ്വർഗത്തിൽ എനിക്ക് ഈശോയുടെ കൂടെ നിൽക്കണമെങ്കിൽ ഞാൻ വിളിക്കപ്പെട്ടവനും തിരഞ്ഞെടുക്കപ്പെട്ടവനും അതുപോലെ വിശ്വസ്തനും ആയിരിക്കണം. കഴിഞ്ഞ 7 എപ്പിസോഡുകളിലായി നമ്മൾ കണ്ടത് ഏലിയ പ്രവാചകന്റെ ജീവിതത്തെയാണ്. ഏലിയ പ്രവാചകൻ എപ്രകാരമാണ് ഈശോയോടുള്ള, ദൈവത്തോടുള്ള തൻ്റെ കൂറിൽ വിശ്വസ്തനായി നിന്നത്, അനുസരിക്കുന്നതിലും പ്രത്യാശ വയ്ക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും വിശ്വസിക്കുന്നതിലും എല്ലാം എപ്രകാരമായാണ് ഏലിയ തൻ്റെ വിശ്വസ്തത തെളിയിച്ചത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന്. ഏലിയായുടെ ആ ജീവിതത്തെക്കുറിച്ചുള്ള വിചിന്തനം തുടരുകയാണ്. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ധീരതയിലുള്ള വിശ്വസ്തതയെക്കുറിച്ചാണ്. ഏലിയ തൻ്റെ ധീരത എപ്രകാരമാണ് വിശ്വസ്തതയോടുകൂടെ പ്രദർശിപ്പിച്ചത് എന്നാണ്. നമ്മൾ വചനം വായിച്ച് തുടങ്ങുകയാണ്. ഏലിയ പ്രവാചകന്റെ ആ ധീരതയെ സൂചിപ്പിക്കുന്ന വചനഭാഗങ്ങൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 1 മുതൽ വായിക്കുകയാണ്. ബൈബിളുള്ളവർക്ക് ബൈബിൾ കയ്യിലെടുക്കാവുന്നതാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം എടുക്കാം. അല്ലെങ്കിൽ പുസ്തകത്തിൽ നിങ്ങൾക്ക് ഈ വചനഭാഗങ്ങൾ ഓരോന്നായി എഴുതി വയ്ക്കുകയും ചെയ്യാം. 1 മുതൽ വായിക്കുന്നു. ഏറെ നാൾ കഴിഞ്ഞ് 3-ാം വർഷം കർത്താവ് ഏലിയായോട് കൽപ്പിച്ചു, നീ ആഹാബിൻ്റെ മുൻപിൽ ചെല്ലുക, ഞാൻ ഭൂമിയിൽ മഴ പെയ്യ്ക്കും. ഏലിയ ആഹാബിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. സമരിയായിൽ അപ്പോൾ ക്ഷാമം കഠിനമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഏലിയ ഇപ്പോൾ സറാഫാത്തിലുള്ള വിധവയുടെ ഭവനത്തിൽ ഒളിച്ച് താമസിക്കുകയാണ്. ഒളിച്ച് താമസിച്ചു കൊണ്ടിരുന്ന സമയത്താണ് വിധവയുടെ ഏക മകൻ മരിച്ചതും ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചതും അവൻ ഉയർത്തതുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ധ്യാനിച്ചു. സ്ഥിരതയോടുകൂടെയുള്ള പ്രാർത്ഥനയുടെ ഫലം അനുഭവിച്ച ആ ഏലിയായോട് ഇപ്പോൾ ഇതാ ദൈവം പറയുകയാണ്, നിന്റെ ഒളിച്ചുള്ള താമസം അവസാനിപ്പിക്കുക, ഞാൻ മഴ പെയ്യിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഏലിയായ്ക്ക് വിശ്വാസമുണ്ടാകണം. അതുപോലെ കർത്താവ് എന്നെ സംരക്ഷിച്ചു കൊള്ളും എന്നുള്ളൊരു ഉറപ്പുണ്ടാകണം. ആഹാബിൻ്റെ മുൻപിലേക്ക് ചെല്ലുക എന്നതാണ് ദൈവം പറയുന്നത്. ആഹാബ് ഇപ്പോൾ ഏലിയായെ കൊല്ലുന്നതിനു വേണ്ടി
അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണെന്ന് തുടർന്നുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ തന്നെ കൊല്ലാൻ അന്വേഷിക്കുന്ന ആളുടെ മുൻപിൽ ചെന്ന് നിൽക്കുക എന്നതാണ് ഏലിയായോട് ദൈവം പറയുന്നത്. എന്തായിരിക്കും ഏലിയായുടെ പ്രതികരണം? ആകാംക്ഷയോടുകൂടെ വായനക്കാരൻ കാത്തിരിക്കുകയാണ്. ഏലിയ തന്നെ കൊല്ലാൻ അന്വേഷിക്കുന്ന ആഹാബിന്റെ മുൻപിൽ ചെന്ന് നിൽക്കുമോ ഇല്ലയോ? രാജാക്കന്മാരുടെ പുസ്തകം 1-ാം പുസ്തകം 18-ാം അധ്യായം. ഏലിയ ഒബാദിയായെ വഴിക്കു വെച്ച് കണ്ടുമുട്ടി. ഒബാദിയ അവനെ തിരിച്ചറിഞ്ഞു. താണു വണങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു, പ്രഭു, അങ്ങ് ഏലിയ അല്ലേ? അവൻ പറഞ്ഞു, ഞാൻ തന്നെ. ഏലിയ ഇവിടെയുണ്ടെന്ന് ചെന്ന് നിന്റെ യജമാനനോട് പറയുക. ഏലിയ ഒബാദിയായോട് പറയുകയാണ്. ഒബാദിയയുടെ യജമാനൻ എന്ന് പറഞ്ഞ ആഹാബ്. നീ നിന്റെ യജമാനനോട്, ആഹാബിനോട് ചെന്ന് പറയുക, ഏലിയ ഇവിടെ ഉണ്ടെന്ന് പറയുക. അപ്പോ ഒബാദിയ പറയുകയാണ്, ഈ ദാസനെ ആഹാബിന്റെ കയ്യിൽ കൊലക്കേൽപ്പിക്കാൻ ഞാൻ എന്തു പാപം ചെയ്തു? അങ്ങയുടെ ദൈവമായ കർത്താവാണെ, അങ്ങയെ അന്വേഷിക്കാൻ എൻ്റെ യജമാനൻ ആളയക്കാത്ത രാജ്യമോ ജനതയോ ഇല്ല. അതായത് ആഹാബ് രാജാവ് ആളയച്ചുകൊണ്ടിരിക്കുകയാണ് ഏലിയായെ കണ്ടുപിടിക്കുക, കൊന്നുകളയുക. അപ്പോ അങ്ങ് അവിടെ ഇല്ല എന്ന് മറുപടി കിട്ടുമ്പോൾ അങ്ങയെ കണ്ടിട്ടില്ല എന്ന് അവൻ ഓരോ രാജ്യത്തെയും ജനതയെയും കൊണ്ട് സത്യം ചെയ്യിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഏലിയ ഇവിടെയുണ്ട് എന്ന് എൻ്റെ യജമാനനെ അറിയിക്കാൻ അങ്ങ് കൽപ്പിക്കുന്നല്ലോ. എലിയ പറയാം, നീ പോയി പറയ്, എലി എവിടെ ഉണ്ടെന്ന് ആഹാബിനോട് പോയി പറയും, അവനിങ്ങോട്ട് വരട്ടെ എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. അപ്പോ പ്രിയപ്പെട്ടവരെ, 15 മുതലുള്ള തിരുവചനങ്ങളിൽ, അതേ അധ്യായത്തിൽ 15 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നു. ഏലിയ പ്രതിവചിച്ചു, ഞാൻ സേവിക്കുന്ന കർത്താവാണ്, ഇന്ന് ഞാൻ അവൻ്റെ മുൻപിൽ ചെല്ലും. അപ്പോൾ ഒബാദിയ ചെന്ന് ആഹാബിനെ വിവരമറിയിച്ചു, അവൻ ഏലിയായെ കാണാൻ വന്നു. നമ്മൾ ശ്രദ്ധിക്കണം, ഏലിയായിക്ക് ആഹാബിന്റെ മുമ്പിലേക്ക് പോകേണ്ട വന്നില്ല. പ്രവാചകന് രാജാവിനെ കാണാൻ പോകേണ്ട വന്നില്ല. രാജാവ് ഏലിയായെ കാണാൻ ഇങ്ങോട്ട് വന്നു എന്നതാണ്. ഹല്ലേലൂയ. അത് ദൈവത്തിനു വേണ്ടി നമ്മൾ നിലനിൽക്കുമ്പോൾ, കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ധീരതയോടുകൂടെ വിശ്വാസത്തോടുകൂടെ നിലനിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഏത് പദവിയിലുള്ളവരും നിന്റെ അടുക്കലേക്ക് വരും എന്ന് ഇതാ പ്രവാചകന് കർത്താവ് പറഞ്ഞു കൊടുക്കാണ്. ഏലിയായെ കാണാൻ ആഹാബ് വന്നു. ആഹാബ് വന്നപ്പോ ആഹാബ് ഏലിയായെ ചോദ്യം ചെയ്യുകയല്ല, ഏലി ആഹാബിനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഏലിയായെ കണ്ടപ്പോൾ ആഹാബ് ചോദിച്ചു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന നീ തന്നെയോ ഇത്? അവൻ പ്രതിവചിച്ചു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, കർത്താവിൻ്റെ കൽപ്പനകൾ നിരസിച്ച് ബാൽദേവന്മാരെ സേവിക്കുന്ന നീയും നിന്റെ പിതാവിൻ്റെ ഭവനവുമാണ്. നീ ഇസ്രായേൽ ജനത്തെ മുഴുവൻ കർമ്മലമലയിൽ എൻ്റെ അടുക്കൽ വിളിച്ചുകൂട്ടുക. ജസബൽ പോറ്റുന്ന ബാലിൻ്റെ 150 പ്രവാചകന്മാരെയും അഷേരയുടെ 400 പ്രവാചകന്മാരെയും കൂട്ടിക്കൊണ്ടുവരിക. എലിയ പറയാണ്, ഈ ജനത്തിൻ്റെ കഷ്ടതകൾ ഉണ്ടാകാൻ കാരണം നീയാണെന്ന് പറഞ്ഞ് ആഹാബിനെ കുറ്റപ്പെടുത്തുകയും ആഹാബിനെ വെല്ലുവിളിക്കുകയും ചെയ്യുകയാണ്. നീ ജനത്തെ ഒരുമിച്ച് കൂട്ടുക. അവര് ബാലിൻ്റെ പ്രവാചകന്മാർ 450 പേരുണ്ട്, ഞാൻ ഭയപ്പെടുന്നില്ല. അഷേരയുടെ പ്രവാചകന്മാർ 400 പേരുണ്ട്, ഞാൻ ഭയപ്പെടുന്നില്ല. എൻ്റെ ബലം ആളുകളല്ല, എൻ്റെ കർത്താവാണ് എൻ്റെ ബലമെന്ന് ആഹാബിൻ്റെ മുമ്പിൽ നിന്ന് പറയാൻ എങ്ങനെയാണ് ഏലിയ പ്രവാചകന് ധൈര്യം കിട്ടിയത്? നമുക്കറിയാം, ആത്മധൈര്യം എന്ന് പറയുന്നത്, ഫോർട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഈ കറേജ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. എങ്ങനെയാണ് ഏലിയ പ്രവാചകന് ഈ ധൈര്യം കിട്ടിയത്? പ്രിയപ്പെട്ടവരെ, കെറീത്ത് ഏലിയ പ്രവാചകന് ധൈര്യം കൊടുക്കാനുള്ള ഒരു ഫോർമേഷൻ ഹൗസായിരുന്നു. സറാഫാത്ത്
ഏലിയാ പ്രവാചകന്റെ ഹൃദയത്തിലുള്ള പരിശുദ്ധാത്മാവ് അഭിഷേകത്തിൻ്റെ അഗ്നി ആ കനൽ കൂട്ടിയെടുക്കാനുള്ള ഒരിടമായിരുന്നു. അപ്പോൾ ഹൃദയത്തിലെ അഭിഷേകത്തിൻ്റെ കനലുണ്ടായിരുന്ന ഏലിയാ പ്രവാചകന് രാജ്യത്തെയും രാജാവിനെയും ജനങ്ങളുടെയും അനീതികളെ ചോദ്യം ചെയ്യാനുള്ള ഒരു ബലം കിട്ടി. ജനം ഒരു നിലപാടുമില്ലാത്ത ജനത്തെ അഭിമുഖീകരിക്കാനുള്ള ബലം കിട്ടി എന്നുള്ളതാണ്. രണ്ടാമതായി ഏലിയാ പ്രവാചകന്റെ ധൈര്യം കാണിക്കുന്ന മറ്റൊരു വചനഭാഗമെന്ന് പറയുന്നത് 1 രാജാക്കന്മാർ 21 അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങളാണ്. നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തിന്റെ കഥ ഇവിടെ അവസാന ഭാഗമാണ്. നമുക്കറിയാം, ആഹാബ് രാജാവിന് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കണമെന്ന ഒരു ആശയമുണ്ടായി. നാബോത്തിനോട് അത് ചോദിക്കുമ്പോൾ നാബോത്ത് അത് കൊടുക്കുന്നില്ല. ജസബെല് പിന്നെ തൻ്റെ ഗൂഢതന്ത്രങ്ങൾ ഉപയോഗിച്ച് നാബോത്തിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നു. അതിനുശേഷം ആഹാബ് രാജാവ് ഈ മുന്തിരിത്തോട്ടം തൻ്റേതാക്കി മാറ്റുകയാണ്. തൻ്റെ സ്വന്തമാക്കി മാറ്റിയ ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് ആഹാബ് ചെന്ന് നിൽക്കുന്ന സമയത്ത് ഏലിയ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. 17 മുതൽ 21 അധ്യായം. തിഷ്ബ്യനായ ഏലിയായോട് കർത്താവ് അരുളി ചെയ്തു, നീ ചെന്ന് സമരിയായിലുള്ള ഇസ്രായേൽ രാജാവ് ആഹാബിനെ കാണുക. അവൻ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്താൻ എത്തിയിരിക്കുന്നു. നീ അവനോട് പറയണം, കർത്താവ് ചോദിക്കുന്നു, നീ അവനെ കൊലപ്പെടുത്തി അവൻ്റെ വസ്തു കയ്യേറിയോ? പ്രിയപ്പെട്ടവരെ, ഒരു പ്രവാചകനാണ് രാജാവിനോട് ചോദിക്കുന്നത്, നീ അവനെ കൊലപ്പെടുത്തി അവൻ്റെ വസ്തു കയ്യേറിയോ? അവനോട് വീണ്ടും പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിച്ച സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നായ്ക്കൾ നക്കിക്കുടിക്കും. ഒരു പ്രവാചകൻ രാജാവിനോട് പറയണം, നിന്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിക്കുമെന്ന്. ആഹാബ് ഏലിയായോട് ചോദിച്ചു, എൻ്റെ ശത്രുവായ നീ എന്നെ കണ്ടെത്തിയോ? അവൻ പ്രതിവചിച്ചു, അതെ, ഞാൻ നിന്നെ കണ്ടെത്തി. കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിക്കാൻ നീ നിന്നെ തന്നെ വിറ്റിരിക്കുന്നു. എത്ര ശക്തമാണ് ഏലിയായുടെ ഇടപെടൽ, ഏലിയായുടെ വാക്കുകൾ. കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിക്കാൻ നീ നിന്നെ തന്നെ വിറ്റിരിക്കുന്നു എന്നാണ് ആഹാബിനോട് ഏലിയ പറയുന്നത്. ആത്മാവിനെ വിറ്റ് ലോകത്തിൻ്റെ പിറകെ പോകുന്ന മനുഷ്യന്റെ നേരെ പ്രവാചകന്റെ വിരൽ നീളുകയാണ്. ഏലിയ തുടർന്ന് പറയുകയാണ്, ഇതാ ഞാൻ നിനക്ക് നാശം വരുത്തും, ഞാൻ നിന്നെ നിർമാർജനം ചെയ്യും. ആഹാബിന് ഇസ്രായേലിലുള്ള എല്ലാ പുരുഷന്മാരെയും സ്വതന്ത്രരെയും അടിമകളെയും ഞാൻ നിഗ്രഹിക്കും. നീ എന്നെ പ്രകോപിപ്പിക്കുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്തതിനാൽ ഞാൻ നിന്റെ ഭവനത്തെ നെബാത്തിന്റെ മകൻ ജെറോബവാമിന്റെയും അഹിയായുടെ മകൻ ബാഷായുടെയും ഭവനങ്ങളെ പോലെ ആക്കി തീർക്കും. ജസബലിനെ കുറിച്ചും കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, ഇസ്രായേലിന്റെ അതിർത്തികൾക്കുള്ളിൽ വെച്ച് ജസബലിനെ നായ്ക്കൾ തിന്നും. അതായത് ആഹാബ് രാജാവിന്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിക്കും. അവന്റെ ഭാര്യ ജസബലിന്റെ മാംസം നായ്ക്കൾ കടിച്ചു പറിച്ച് തിന്നും എന്ന ഒരു വലിയ പ്രവചനം ആഹാബിനോട് നടത്താനുള്ള ധീരത പ്രിയപ്പെട്ടവരെ ഏലിയായ്ക്കുണ്ടായി. സ്വന്തം ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഏലിയ ആഹാബിന്റെ മുൻപിൽ 2 പ്രാവശ്യവും പ്രത്യക്ഷപ്പെടുന്നത്. അവൻ തന്നെ കുറിച്ചല്ല ചിന്തിക്കുന്നത്, അവൻ ചിന്തിക്കുന്നത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. കെറീത്തിൽ കാക്കകളെ വിട്ട് അപ്പം തരാൻ കഴിയുന്നവൻ, മരിച്ചവനെ ഉയർപ്പിക്കാൻ കഴിയുന്നവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിന് ഭയപ്പെടണം എന്നതാണ് ഏലിയായുടെ നിലപാട്. ഏലിയായുടെ ഈ ധൈര്യം മൂലം നമ്മൾ മനോഹരമായൊരു കാര്യം വായിക്കുന്നുണ്ട്. ആഹാബ് അനുതപിച്ചു എന്നാണ് പറയുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദുഷ്ടനായ ഒരു രാജാവായിരുന്നു ആഹാബ്. പക്ഷേ ആ രാജാവിനെ അനുതാപത്തിലേക്ക് നയിക്കാൻ
ഏലിയായുടെ ധീരതയ്ക്ക് കഴിഞ്ഞു എന്നത് മനോഹരമായ ഒരു ചിന്തയാണ്. ആഹാബ് ഏലിയായുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൻ വസ്ത്രം കീറി ചാക്കുടുത്തു ഉപവസിക്കുകയും ചാക്കു വിരിച്ച് ഉറങ്ങുകയും മനം തകർന്ന് തല താഴ്ത്തി നടക്കുകയും ചെയ്തു. ആഹാബിൽ നിന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു റെസ്പോൺസ് നമ്മൾ കാണുകയാണ്. അവൻ ചാക്കുടുത്ത് ഉപവസിക്കുന്നു, ചാക്കു വിരിച്ചുറങ്ങുന്നു, മനം തകർന്ന് തല താഴ്ത്തി നടക്കുന്നു. അപ്പോൾ ദൈവം ഏലിയായോട് പറഞ്ഞു, ആഹാബ് എൻ്റെ മുൻപിൽ എളിമപ്പെട്ടത് കണ്ടില്ലേ? അവൻ തന്നെ താഴ്ത്തിയതിനാൽ അവൻ്റെ ജീവിതകാലത്ത് ഞാൻ നാശം വരുത്തുകയില്ല. ആഹാബ് അനുതാപിക്കുമ്പോൾ ആ അനുതാപത്തിന് വിലയിടുന്ന ദൈവത്തെ കൂടെ നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഏലിയായുടെ ധീരത രാജാവിനെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. നേരത്തെ പറഞ്ഞത് ഏലിയായുടെ ധീരത ജനത്തെ വിശ്വാസത്തിലേക്ക് നയിച്ചു എന്നതാണ്. അപ്പോൾ മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കാനും അനുതാപത്തിലേക്കും നയിക്കാൻ കഴിയുന്ന ഒരു ധീരത നിന്റെ ഹൃദയത്തിലുണ്ടോ എന്നതാണ് ചോദ്യം. പ്രിയപ്പെട്ടവരെ, ഒറീസയിൽ റായഗഡ ജില്ലയിൽ സരഗുമ എന്ന് പറയുന്ന ഒരു കത്തോലിക്ക ഗ്രാമം, 70ഓളം ഭവനങ്ങൾ ആ ഗ്രാമത്തിലുണ്ട്. എല്ലാവരും കത്തോലിക്ക വിശ്വാസികളാണ്. അച്ഛൻ ഒരിക്കൽ അവിടെ ദിവ്യബലി അർപ്പിക്കുന്നതിന് വേണ്ടി ചെന്നപ്പോൾ നാട്ടുകാർ പ്രായമുള്ള ഒരു ഉപദേശിയെ അച്ഛന് പരിചയപ്പെടുത്തി തന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ നാട്ടിൽ ഈ മനുഷ്യനാണ് വിശ്വാസത്തിൻ്റെ വെളിച്ചം കൊണ്ടുവന്ന് തന്നത്. ഞങ്ങളെ ക്രിസ്ത്യാനികളാക്കി മാറ്റിയത് ഇദ്ദേഹമാണ്. അച്ഛൻ ആ സഹോദരനോട്, ആ ഉപദേശിയോട് വ്യക്തിപരമായി അല്പസമയം സംസാരിച്ചു. അച്ഛൻ ചോദിച്ചു, നിങ്ങൾ ഈ ഗ്രാമത്തിലേക്ക് ആദ്യമായി കടന്നു വന്നപ്പോൾ എന്തായിരുന്നു ജനത്തിൻ്റെ പ്രതികരണം? അപ്പോൾ ഈ സഹോദരൻ പറഞ്ഞു, ഞാനിവിടെ കടന്നു വരുമ്പോൾ ക്രിസ്ത്യാനിയായി ഒരു കുടുംബം പോലും, ഒരാൾ പോലും ഇല്ലാത്ത ഒരു സമയമായിരുന്നു. അപ്പം ഞാൻ ലഭിച്ച ഒരു വരാന്തയിൽ ഇരുന്നു കൊണ്ട് പാട്ടുപാടാൻ തുടങ്ങി. ആളുകൾക്ക് പാട്ടിഷ്ടമാണ്. പാട്ടുപാടാൻ തുടങ്ങിയപ്പോൾ ആളുകൾ കൂടാൻ തുടങ്ങി. കൂടി വന്നവരോട് ആദ്യം ഒരു ഈശോയുടെ പാട്ട് ഞാൻ പാടി. പാട്ട് പാടി നിർത്തിയതിന് ശേഷം ആ പാട്ടിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഈശോ രക്ഷകനാണ്, ഈശോ മനുഷ്യാവതാരം ചെയ്തവനാണ്, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായവനാണ് എന്നൊക്കെ പറഞ്ഞ് ഈശോയുടെ നാമം പറയാൻ തുടങ്ങിയപ്പോൾ അന്ന് വൈകുന്നേരമായപ്പോഴേക്കും ഒത്തിരി പേർ ഒരുമിച്ച് കൂടി. പക്ഷേ അവർക്ക് മനസ്സിലായി ഇയാൾ എന്തോ പുതിയ കാര്യം പഠിപ്പിക്കുകയാണെന്ന്. പ്രിയപ്പെട്ടവരെ, പാട്ടൊക്കെ കഴിഞ്ഞ് പിന്നീട് അവർ ചർച്ചകളൊക്കെ നടത്തിയിട്ട് ഈ സഹോദരനെ പിടിച്ച് കെട്ടിയിടുകയും ഞങ്ങളെ തെറ്റുപഠിപ്പിക്കാൻ വന്നവൻ എന്ന അർത്ഥത്തിൽ, ഞങ്ങളെ മതം മാറ്റാൻ വന്നവൻ എന്നൊക്കെ ആരോപിച്ച് അദ്ദേഹത്തെ കെട്ടിയിടുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ വചനം പ്രഘോഷിക്കാൻ പോയ ഈ സഹോദരന് ആദ്യത്തെ ദിവസത്തിൻ്റെ രാത്രിയിൽ കിട്ടിയത് മുഴുവൻ മർദ്ദനമായിരുന്നു, നഗ്നതയായിരുന്നു, വിശപ്പായിരുന്നു. ഒരു രാത്രി മുഴുവൻ ഈ സഹോദരനെ ആ ജനം കെട്ടിയിട്ടു. പിറ്റേ ദിവസം ആർക്കോ അനുകമ്പ തോന്നിയിട്ട് ഇദ്ദേഹത്തെ അഴിച്ചു വിട്ടിട്ട് വീട്ടിൽ കൊണ്ടുപോയി പരിചരിക്കുകയും മുറിവുകളൊക്കെ വെച്ച് കെട്ടുകയും ചെയ്ത് ഒരാളുടെ വീട്ടിൽ അഭയം കിട്ടി. അഭയം കിട്ടിക്കഴിഞ്ഞപ്പോൾ അഭയം കിട്ടിയ വീട്ടിലെ ആളുകളോട് ഇദ്ദേഹം ഈശോയെക്കുറിച്ച് പറയാൻ തുടങ്ങി. അവര് മാത്രം ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരുടെ ഭവനത്തിൽ കൃപകൾ ഒഴുകി. അവിടെ പാട്ടും പ്രാർത്ഥനയും ഒക്കെയായി, അഭിഷേകമായി. ആ ഒരു വീട്ടുകാരോട് വേറെ 2 വീട്ടുകാർ ചേർന്നു. അങ്ങനെയാണ് ഈ ഗ്രാമം മുഴുവൻ ഈശോയിൽ വിശ്വസിക്കുന്നവരും ഈശോയെ അറിയുന്നവരും ഒക്കെയായി മാറിയത്. അച്ഛൻ ഈ സഹോദരന്റെ ധൈര്യത്തെയാണ് നോക്കുന്നത്. സഹോദരൻ ഈ ഗ്രാമത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് വഴിയില്ലാത്ത ഒരു സമയമാണ്.
കാടിൻ്റെ ഉള്ളിലുള്ള ഒരു ഗ്രാമമാണ്. സ്വന്തം ജീവനെ തന്നെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. ആളുകളെ ഭയപ്പെടണം, വന്യമൃഗങ്ങളെ ഭയപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ഭയപ്പെടാതെ കർത്താവിൻ്റെ സുവിശേഷവുമായി ചെന്ന് കയറാൻ പറ്റുന്ന വിധത്തിൽ ഉള്ളിലൊരു അഭിഷേകം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അഭിഷേകമാണ് പത്രോസിനെ നയിച്ച അഭിഷേകം. ആ അഭിഷേകത്തിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് പത്രോസും യോഹന്നാനും കൂടെ പറഞ്ഞത്, ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്കു വേണ്ടി യേശുനാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞത്. അത് ധീരതയാണ്. പത്രോസ് പറഞ്ഞു, പത്രോസ് ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് തങ്ങളെ വിചാരണ ചെയ്ത് കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നവരുടെ ആ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിലാണ്. അവര് ഭയപ്പെടുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളത് വായിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായത്തില് 10 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളിലാണ്. നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ, നിങ്ങൾ കുരിശിൽ തറച്ചു കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയും അവർ വിദ്യാഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കണ്ട് ന്യായാധിപന്മാർ അത്ഭുതപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ്റെ ചോദ്യം ഇതാണ്: ഏലിയായെ പോലെ, പത്രോസിനെ പോലെ, പൗലോസിനെ പോലെ, ഹെറോദേസിന്റെ മുമ്പിലും പീലാത്തോസിന്റെ മുൻപിലും ഒക്കെ ധീരതയോടെ നിന്ന ഈശോയെ പോലെ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളാൻ നിന്റെ ഉള്ളിൽ ധൈര്യമുണ്ടോ? ധൈര്യത്തിൽ നീ വിശ്വസ്തനായിരിക്കുമോ? നിന്റെ ഉള്ളിലുള്ള ആ ധൈര്യത്തെ ദൈവം പരിശോധിക്കുമ്പോൾ നീ അഭിമാനിക്കാൻ അർഹതയുള്ള ഒരു വേലക്കാരനായി കാണപ്പെടുമോ? കർത്താവിന് വേണ്ടി നിലകൊള്ളാനുള്ള ധൈര്യം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സഭ ധൈര്യമുള്ള സഭയായി മാറട്ടെ. സുവിശേഷം പ്രഘോഷിക്കുന്നതിന്, സാക്ഷ്യം നൽകുന്നതിന്, നന്മ ചെയ്യുന്നതിന് ധൈര്യമുള്ളവരായി മാറാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ വീണ്ടും കാണുന്നത് വരെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അച്ഛനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഏലിയ പ്രവാചകന്റെ തീഷ്ണതയെക്കുറിച്ച് ധ്യാനിക്കാം. നമുക്ക് കണ്ണുകളടക്കം കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനായ പിതാവേ, ഏലിയ പ്രവാചകൻ പ്രദർശിപ്പിച്ച ആ ധീരത ഞങ്ങളുടെ ഹൃദയത്തെ ഇന്ന് ജ്വലിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിനു വേണ്ടി ധീരതയോടുകൂടെ നിലനിൽക്കാൻ, നന്മയെ മുറുകെ പിടിക്കാൻ, തിന്മയെ തള്ളിപ്പറയാൻ ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.